ഗംഗ ഇപ്പൊ എവിടെ പോന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்ட. ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല ഗംഗ, ഒന്നും പറഞ്ഞില്ല. എന്നെ വെറുക്കല്ല നഗലേട്ടാ. എന്തെങ്കിലും വർത്തമാനം പറയൂ ഞങ്ങളോട്. എന്തെങ്കിലും പറ. ഹലോ 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 ഹലോ, എന്റെ പേര് മിനി, ഇതെന്റെ ഫ്രണ്ട് ശ്യാമ. ഹലോ 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 ഹലോ. അവന്മാരെ വിശ്വസിക്കരുത്, അവര് കള്ളന്മാരാ. അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ. സാറെന്താ ഒന്നും മിണ്ടാത്തത്? സാറിന്റെ ആരാ ഇവള്? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. നായ എടോ, മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാന്നം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. മിനി ഒരുപാട് സങ്കടപ്പെടുന്നു. എന്താ കാരണം? സുധിയും സങ്കടപ്പെടുന്നുണ്ടല്ലോ, ഞാൻ കാണുന്നുണ്ടത്, അറിയുന്നുണ്ട്. നമ്മൾ എന്താ ഇങ്ങനെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വെറുതെ നമുക്ക് പിരിയാം. സുധി എന്താ പറഞ്ഞേ? എന്റെ മിനി എന്ന് സന്തോഷത്തോടെ ഇരിക്കണം. സുധീനെ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലേ? മിനി എന്നെ അതിലേറെ സ്നേഹിക്കുന്നു. ഇനി എനിക്ക് സങ്കടമില്ല. സുധീ സങ്കടപ്പെടരുത്. ഇല്ല, സത്യം സത്യം. എന്റെ മോള് ഇന്നൊരു പിടിച്ചാമ്പലാണ് സർ. അതിന് കാരണക്കാരാരായാലും അവരിനി സമാധാനത്തോടെ ജീവിക്കില്ല സാർ. റാസ്കൽ ഭീഷണിപ്പെടുത്തുന്നു? അല്ല, ഭീഷണിയല്ല. ഇത് ഭീഷണിയല്ല, രോദനം. ഒരച്ഛന്റെ രോദനം, ഒരച്ഛന്റെ രോദനം. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. എടാ, ഓക്കുവിനെ ഇഷ്ടമുണ്ടേ. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ 6 പാക്ക്? ആയിഷനെ പോലുള്ള ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന 100 കണക്കിന് ആമ്പിള്ളേരിൽ ഒരുത്തം മാത്രമാണ് നീ. ഈ ലവ് സ്റ്റോറി ഹാപ്പി എൻഡിങ്. ഓളാ തട്ടുവിട്ട് കഴിഞ്ഞ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. കളകളം ഇളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരുതൽ ഉതിരുമൊരു അലികുലമിളകിയ ചുരുളകം. കളകളം ഇളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും
ഒന്നുമില്ലെന്ന് ഒന്നുമില്ലേ കളകളമിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരുന്ന ഉതിരും അലികുലമിളകിയ ചുരുളകം. എടാ അഴിമക്കണ്ണ നീ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു, എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ, അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതോട്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ ഇത് തെറ്റാണോ? തെറ്റാണ്. ഇത് നമ്മുടെ കാറാണ് സുഖേട്ടാ. അയ്യോ എനിക്ക് സന്തോഷായി. പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടിയാ അത്. മാത്രല്ല ഇതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. അല്ല, ഞാൻ ഓർക്കായിരുന്നു. എന്തേ? സുഖേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ സത്യമായിട്ടും. കുറച്ച് എക്സസൈസ് ഒക്കെ എടുക്കണം. കുറച്ചു ദിവസം എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് കുളിച്ച് വിശ്രമം എടുക്കണം. വിശ്രമം എടുക്കണം. വിശ്രമം എടുക്കണം. എനിക്ക് ആഭരണങ്ങളെ പറ്റിയൊന്നും വലിയ പിടിയില്ല. താല്പര്യമില്ലാത്തോണ്ടാ. ഈ സ്വർണ്ണമാലകൾ കഴുത്തിൽ ഞാത്തിട്ട് നടക്കുന്നൊന്നും എനിക്കിപ്പോ ഇഷ്ടമല്ല.